ആ ചായക്കടയിൽ ഉണ്ണിയേട്ടനല്ലേ? ആ ഞാൻ വില്ലേജ് ഓഫീസർ സുഗതനാണ്. ആ 10:30 ഒരു ചായ ഇങ്ങോട്ട് കൊടുത്തയക്കാവോ? ആ എന്താ കഴിക്കാനുള്ളത്? ആ പഴംപൊരിയിൽ എണ്ണ കൂടുതലാണോ? വേണ്ട, ഒരു പരിപ്പ് വട മതി, പരിപ്പ് വട. ആ ശരി ശരി കേട്ടോ, വേഗം കൊടുത്തയക്കണേ. ആ വരൂ വരൂ, ഇരിക്കൂട്ടാ. വേറെ ആളുണ്ടാ? ഇരിക്കാൻ പറഞ്ഞു. നിങ്ങളോടാണ് പറഞ്ഞു ഇരിക്കൂ. സാധാരണ സർക്കാർ ഓഫീസിൽ പോയി അങ്ങനെ ആരും ഇരുത്താറൊന്നുമില്ലാതെ. അതെന്താ അങ്ങനെ വരാൻ വഴിയില്ല? നിങ്ങൾക്ക് ഇരിക്കാനല്ലേ ഇവിടെ 2 ചെയർ ഇട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അവിടെ 2 ചെയർ വേണല്ലോ, ഈ ഒരു ചെയർ പോരെ. ഇത് നിങ്ങളുടെ സ്ഥാപനമാണ് കേട്ടോ. എന്താ നിങ്ങൾ പറഞ്ഞു? സാർ ഞാൻ പിന്നെ എനിക്കൊരു ക്രിമി ലെയർ സർട്ടിഫിക്കറ്റ് വേണമായിരുന്നേ മോൻ്റെ ഒരു ആവശ്യത്തിന്. അതെ അല്ലേ? അത് ഈ സെൻട്രൽ ഗവൺമെന്റ് സർവീസ് കൊടുക്കാനാണോ അതോ സ്റ്റേറ്റ് ഗവൺമെന്റ് സർവീസ് കൊടുക്കാനാണോ? സ്റ്റേറ്റിലേക്കാ. അപ്പൊ ഇത് സ്റ്റേറ്റ് ഗവൺമെന്റിലേക്ക് കൊടുക്കാനാണെങ്കിലേ നിങ്ങൾ അക്ഷയ വഴി അപേക്ഷിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഈ സെൻറ്റർ വഴി അറിയിച്ചാലും മതി. നിങ്ങൾ ആ അക്ഷയയിൽ അപേക്ഷിച്ച് കഴിഞ്ഞാൽ ആ അപേക്ഷ ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ഇവിടുന്ന് ഞാൻ സർട്ടിഫിക്കറ്റ് അങ്ങോട്ട് അയക്കും. പിന്നെ അത് അവിടുന്ന് കോപ്പി എടുത്താൽ മതി. ഓ, കുറേ ദിവസം എടുക്കുമോ സാറേ? ഇല്ല, ഇവിടെ എപ്പോൾ വരുന്നോ അപ്പം തന്നെ ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് അയക്കും. ഒരു സുഹൃത്ത് പറഞ്ഞ് ഓഫീസൊക്കെ കയറി ഇറങ്ങേണ്ടി വരുമെന്ന് പറഞ്ഞു. അല്ല, അതൊക്കെ പണ്ടായിരുന്നു, ഇപ്പൊക്കെ പെട്ടെന്ന് കഴിയാനാണ്. എങ്ങടാ ഇങ്ങോട്ട് വരൂ, ഇങ്ങോട്ട് വരൂ. അല്ല, ആളിരിക്കല്ലേ? അല്ല, അത് കുഴപ്പമില്ല, അതിന് ഇവിടെ രഹസ്യമൊന്നുമില്ല. ഇവരെ പോലെ തന്നെ ഒരു ആവശ്യത്തിന് വന്നല്ലേ നിങ്ങളും. അങ്ങനെ നിങ്ങൾക്ക് ഇരിക്കാൻ ഇത് വേറെ കസേരണ്ട്. വരൂ വരൂ, ഇരിക്കൂ കേട്ടോ, ഇരിക്കും. സാറ് വേറെ ആൾ സംസാരിക്കുമ്പോൾ അങ്ങനെ വരാൻ പാടില്ല. സാറ് അങ്ങനെ കുഴപ്പമില്ല, രഹസ്യമൊന്നുമില്ല കേട്ടോ, ഇരിക്കും. അതെ, ഇപ്പൊ ഈ അക്ഷയൊക്കെ മുഖാന്തരാക്കിയത് തന്നെ എല്ലാവരും ഈ ഓഫീസിൽ കയറി ഇറങ്ങേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പുതിയ ഓരോരോ നിയമങ്ങളൊക്കെ കേട്ടോ. പക്ഷേ അപേക്ഷിച്ച ഇവിടെ അപേക്ഷ വന്ന അപ്പം തന്നെ ഞാൻ. ഓ, വളരെ സാറേ, നല്ല സാറേ. ശരി ശരി ശരി. നിങ്ങൾക്കെന്താ സാറേ എന്താ അറിയോ, എനിക്ക് ലോൺ എടുക്കാൻ വേണ്ടിയിട്ടേ എനിക്കൊരു ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, എന്താ പറയുക, ഈ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് അത് ഒരെണ്ണം വേണം. പിന്നെ ഈ ലൊക്കേഷൻ സ്കെച്ചില്ലേ? അയ്യോ, അതിനിപ്പോ നിങ്ങൾ ഈ വില്ലേജ് ഓഫീസിൽ വരേണ്ട ആവശ്യമില്ല ഈ കാര്യത്തിനൊക്കെ. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം വേണമെങ്കിൽ നിങ്ങളുടെ അവിടെ അക്ഷയ സെന്റർ ഇല്ലേ? അവിടെ നേരിട്ട് ചെന്ന് അപേക്ഷിച്ചാൽ മതി. ഇപ്പൊ അക്ഷയ മുഖാന്തരാണ് അല്ലാട്ടോ. ഓ, അത് ശരി. അപ്പൊ നിങ്ങൾ അക്ഷയയിൽ നിങ്ങൾ കരടച്ച റെസീറ്റ്, പിന്നെ നിങ്ങളുടെ സ്ഥലത്തിന്റെ ആധാരം, ആധാരം അവിടെ കൊടുക്കണ്ട, ആധാരത്തിന്റെ കോപ്പിയും കരടച്ച റെസീറ്റും അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ആ അപേക്ഷ ഇങ്ങോട്ട് വിടും അവര്. അപ്പൊ നമ്മൾ ആ അപേക്ഷ നോക്കിയിട്ട് മറ്റേ ലൊക്കേഷന് വേണ്ടിയിട്ട് നിങ്ങളുടെ സ്ഥലത്തിന് ഞങ്ങൾ പോവും. ഇവിടുന്ന് പോയിട്ട് ഞങ്ങൾ അളന്ന് സ്കെച്ചും ലൊക്കേഷൻ എടുക്കും. സാർ, അപ്പൊ ഞങ്ങൾ ഇന്ന വണ്ടി വിടാ സാറിന് വരാനായിട്ട്? എന്തിന്? അല്ല, സാറിന് സ്ഥലം കാണാൻ വരണ്ടേ? അതിന് വണ്ടിയൊന്നും വിടണ്ടല്ലോ, അതിന് ഞങ്ങളുടെ വണ്ടി ഉണ്ടല്ലോ. അപ്പൊ അക്ഷയയിൽ അപേക്ഷിച്ചോളൂ, ഇവിടെ കിട്ടിയ ഉടൻ തന്നെ ഞാൻ പേപ്പർ റെഡി ആയിക്കോളാം കേട്ടോ.